ഒലീവിയ ഡിസൈൻസ്. ഒലീവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ ഇല്ല. അവർ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, ഭയങ്കര ഡാൻസ് കളിച്ച് യൂട്യൂബേഴ്സിനെ ചീത്ത വിളിച്ചുകൊണ്ട്, യൂട്യൂബേഴ്സിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ട്. അതായത് യൂട്യൂബേഴ്സാണല്ലോ ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അപ്പം അവിടെ ഏറ്റിട്ടുള്ള കുറേ ദുരനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് ഇറക്കി വിട്ടിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകൾ. പക്ഷേ അവരറിയുന്നില്ല, ഈ സ്റ്റാഫുകളെല്ലാം തിരിച്ചു വന്ന് ഇവർക്കെതിരെ മൊഴി കൊടുക്കും അല്ലെങ്കിൽ ഇവർക്കെതിരെ പറയും എന്നുള്ള കാര്യം ഇപ്പോഴും അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് അവർ ഏറ്റിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ്. അതായത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ വന്ന് പറയുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3 മാസത്തോളം ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ സിബി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം എന്നെ പൊക്കി കുറേ പറഞ്ഞു, ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 2 കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ആക്റ്റീവാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത്, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം, നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം. എൻ്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം. അതിന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളത് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കിയെന്ന് ചോദിച്ചു. ജോലി സ്ഥലത്തെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല, അവിടുത്തെ മുതലാളി ഇവരെ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെയാണ് അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇത്രയും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഇതേപോലൊരു ആ കമ്പനിയുടെ മുതലാളിയെ കുറിച്ച് ഈ പറയുന്ന പാർട്ട്ണറിൻ്റെ അടുത്ത് പോയി പറയുമ്പം അവർ തമ്മിൽ എന്തായാലും ഒന്നിച്ചേ നിൽക്കുകയുള്ളൂ. ഒരു നീതിയും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് ഇത്രത്തോളം അലിഗേഷൻസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇപ്പം മുന്നോട്ട് വന്നിട്ട് ഇവർക്ക് ഏറ്റിട്ടുള്ള പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും വന്നത്. എന്നിട്ടും പലർക്കും ഇതുവരെ ആ ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. കാരണം ഇവരെല്ലാം വലിയ വലിയ ടീമാണ്, വലിയ പൈസക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ് ഇവർക്കുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംഭവത്തിൽ, ഒലീവിയ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നതും, അതായത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഏറ്റിട്ടുള്ള അവിടുത്തെ മുൻ സ്റ്റാഫുകളെ മുന്നോട്ട് കൊണ്ടുവന്നത് അതിൽ വ്ളോഗ്സ് തന്നെയാണെന്ന് വേണേൽ പറയേണ്ടി വരും. പുള്ളിക്കാരൻ ഓരോ ദിവസവും ഇതേപോലെ തപ്പി കണ്ടുപിടിച്ച് അവിടുന്ന് പ്രശ്നങ്ങൾ ഏറ്റിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളുടെ കഥകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ, അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട്, അതായത് ഇയാളെ വൈഫ് കണ്ടിട്ട് നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കേണ്ട, അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ, നീ നമ്മളായിട്ടൊരു ഇത് കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. കാരണം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ഒരു രാത്രി 9:30-10 മണി ആ ടൈമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട. അപ്പം ചേട്ടനൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് എന്ന് കാര്യം പറഞ്ഞു. പുള്ളിക്കാരത്ത് ഇത് അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല. അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടിച്ചെന്ന് ഇയാളോട് ചോദിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു. പുള്ളി അപ്പം തന്നെ എന്നെ വിളിപ്പിച്ചു. നിനക്ക് ഞാൻ എപ്പോഴാണോ മെസ്സേജ് അയച്ചെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ അത് കാരണം ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ ചാടി കടിച്ചു. അല്ല, ഇത് തന്നെയാണ് ഓരോ സ്ഥാപനങ്ങളിലും, ഇതേപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ ഓരോ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന മെയിൻ പ്രശ്നം ഇതാണ്. അവിടുത്തെ മുതലാളിമാർ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ആൾ ഈ പറയുന്ന പോലെ അവരെ അടുത്ത് കൂടും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഇതേപോലെ പാതിരാത്രി ആകുമ്പം ഇങ്ങനെ ഉണരും. പാതിരാത്രി ആകുമ്പോഴാണ് ഇവർക്ക് സ്റ്റാഫുകളോട് സ്നേഹം കൂടുന്നത്. ആ സമയത്താണ് ഇവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇവർക്ക് സമയം കിട്ടുന്നത്. ആ സമയത്ത് മെസ്സേജ് അയച്ച് മോളെ സുഖമല്ലേ,
നിങ്ങളെ ജോലിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നമുക്കെല്ലാം പരിഹരിച്ച് തരാം. ഇങ്ങനെ ഓരോരോ ഡയലോഗും പറഞ്ഞ് വരും. കാരണം ഒന്ന് എറിഞ്ഞു നോക്കുവാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാലോ, വളഞ്ഞ് കിട്ടിയാലോ, എന്നാൽ പിന്നെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ. ഇതിൽ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന ഈ വിളിക്കുന്നതും ഈ മെസ്സേജ് അയക്കുന്നതും ഈ വളയ്ക്കാൻ നോക്കുന്നതെല്ലാം വെറും വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. അതായത് ഈ ചില മുതലാളിമാരുണ്ട്, ചില കമ്പനികളിലെ മുതലാളിമാരുണ്ട്. അതായത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും 1-2 ഇതേപോലെ വളച്ച് കയ്യിൽ വെക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരോ സമയത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതായത് പുള്ളിക്കാരനെ അറിയണം, ഒരു രസം, വേറൊന്നുമല്ല. ഇപ്പം ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം, അവരെന്നെക്കുറിച്ച് പറഞ്ഞോ, നിന്നെക്കുറിച്ച് പറഞ്ഞോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഓഫീസിൽ നേരത്തെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഓഫീസിൽ അവൾക്ക് ലൈനുണ്ടോ, അവൾ ആരുടെ കൂടെയൊക്കെ ശനിയാഴ്ച പോയി, ഞായറാഴ്ച പോയി, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ത്വരയുള്ള ഒരുപാട് മുതലാളിമാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മെയിനായിട്ട് ഇങ്ങനെയുള്ള, അതായത് ഷോപ്പായിട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ടല്ലോ, ഈ കടകളിലുള്ള സ്റ്റാഫുകളോടാണ് ഇവർ മെയിനായിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുക. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന 1-2 പേരെ നമ്മുടെ കീശയിലാക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡെയിലി അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പേഴ്സണൽ കാര്യം വരെ, അവിടുത്തെ ഓഫീസിലെ കാര്യം മാത്രമല്ല, അവരുടെ പേഴ്സണൽ കാര്യം വരെ എന്താ പറയുക ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ വൈകുന്നേരം ആകുമ്പം പറഞ്ഞു കൊടുക്കും, രാത്രി ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഇതേപോലെയൊക്കെയാണ്. അത് 1-2 പേര് അങ്ങനെ പെട്ടുപോകുന്നതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാഫുകൾ, അതായത് ഇവർക്കറിയില്ല ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ നമ്മളെ ജോലി, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വർക്കെല്ലാം കണ്ടിട്ട്, ജോലിയിലോടുള്ള ആത്മാർത്ഥത കണ്ടിട്ടാണ് ഈ സ്നേഹം കൂടുന്നത്. ഒന്നുമല്ല സംഭവം. എന്ന് വെച്ചാൽ അവിടെയുള്ള കാര്യങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്ന മുതലാളിമാരും ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും ഇവരോട് അപ്രോച്ച് ചെയ്തത് സിബിച്ചേട്ടൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കമ്പനി ഭയങ്കര സെറ്റപ്പാണ്, ഇതാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാം വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗെല്ലാം അടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് 1-2 കുടവാണെങ്കിൽ നമുക്ക് മൂടി വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊരു എന്താ പറയുക, ഒരുപാട് കുടങ്ങളിങ്ങനെ നിരത്തി വെച്ചിട്ട് വരുമ്പോൾ ഒരാൾക്ക് പോയിട്ട് എല്ലാ കുടം ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുമോ? ഒന്നും പറ്റുമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്. അവരെല്ലാം ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഈ പറയുന്ന സിബിച്ചേട്ടൻ്റെ വായടപ്പിച്ച് കൊടുക്കേണ്ടതാണ്. കാരണം പുള്ളി അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത്. ഇവിടെ ഒരാൾക്കും മോശമായിട്ടുള്ള ഒരനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായിട്ടുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരിക തന്നെ വേണ്ടേ? അപ്പോൾ ഇതേപോലെ മുന്നോട്ട് വരുന്നവരെ ഈ പറയുന്നവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബർ പക്ഷേ ഈ ആദ്യം കണ്ട ആ ഒരു ഇളക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം യൂട്യൂബേഴ്സ് എല്ലാം മടുത്ത് തിന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം ആരെയും കാണുന്നില്ലോ, കഥയൊന്നും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. 1-2 യൂട്യൂബേഴ്സ് മാത്രമുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് വെറുതെ ഒരു സബ്ജക്റ്റ് കിട്ടി അതിനെക്കുറിച്ച് 2 വർത്തമാനം പറഞ്ഞു പോകുന്നതിന് പകരം ഇതേപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ ഒരു അനുഭവം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാം ഒന്നും കൂടി ഉഷാറായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിനെ ശരിക്കും പൂട്ടിക്കാൻ വേണ്ടി തന്നെ പറ്റും. അതായത് ചെയ്തത് മാത്രം കേട്ടോ, ചെയ്ത കുറ്റമാണെങ്കിൽ അത് ചെയ്തിട്ട് മാന്യനെ പോലെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഡയലോഗ് ഇളക്കി നടക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല. അത്ര തന്നെ.